Hi everyone, welcome back to another long video from Limna's Vibes with Sagi. ഇന്ന് ട്യൂസ്ഡേ മോർണിംഗ് എൻ്റെ ഷിഫ്റ്റുള്ള ദിവസമാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റ് ബെഡൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. നോർമലി നൈറ്റിലാണ് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാറ്. ബട്ട് ഇന്നലെ നൈറ്റ് എനിക്ക് തീരെ വയ്യായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ രാത്രി ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. ഉണ്ടായിരുന്ന ഫുഡും കഴിച്ച് നേരെ കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാവിലെ നമുക്ക് എന്തെങ്കിലും വെക്കണം. കുറച്ച് ദിവസമായിട്ട് ഇച്ചായനാണ് കുക്കിംഗ് ഒക്കെ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇച്ചായനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോർമലി എണീക്കുന്നതിൽ നിന്നും കുറച്ചും കൂടെ നേരത്തെ എണീറ്റു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഡേ ടൈം കൂടുതലായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നേരം വെളുക്കും കേട്ടോ. അങ്ങനെ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നേരെ താഴോട്ട് ഇറങ്ങി. ഇവിടെ വന്നൊന്ന് രാവിലെ മുഖം കാണിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. ചിലപ്പോഴൊക്കെ പറ്റാറുമില്ല കേട്ടോ, തിരക്കിൻ്റെ ഇടയ്ക്ക്. പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട്. രാവിലെ തന്നെ നമുക്ക് കർട്ടൻസൊക്കെ ഓപ്പൺ ആക്കി ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം വെട്ടവും വെളിച്ചവും കയറുമ്പോൾ ഒരു ഉന്മേഷം തോന്നും ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത് ഫ്രണ്ടിലത്തെ വിൻഡോ ആണ്. ഇത് ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഓപ്പൺ ആക്കില്ല, കാരണം നേരെ റോഡാണ്. അപ്പം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടാൽ എല്ലാം കാണാൻ പറ്റും കേട്ടോ അകത്തുള്ള. അത് കാരണം ഇച്ചിരി ഓപ്പൺ ആക്കിയിട്ട് മറ്റ് ജനലും കൂടെ ഓപ്പൺ ആക്കി നേരെ കിച്ചണിലോട്ട് കയറും. ഇന്നലെ തന്നെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്താണ് ഇന്ന് ഉണ്ടാക്കേണ്ടതെന്ന്. അതുകൊണ്ട് വലിയ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ നേരെ കിച്ചണിൽ വന്ന് സാധനങ്ങൾ എടുക്കാൻ പറ്റി. ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും കടലക്കറിയും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. കടലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ടിൻഡ് കടലയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിലത്തേക്ക് വേണ്ടിയിട്ട് ഫിഷ് കറിയും റൈസും മാത്രം ഉണ്ടാക്കിയാൽ മതി. പച്ചക്കറിയായിട്ട് നമ്മൾ ഇന്നലെ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഞാൻ അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുവാണ്. അത് ഇവിടെ ഇരുന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിനിടയ്ക്ക് വെച്ചിട്ട് പുട്ടും ഞാൻ മാവ് കുഴച്ച് വെക്കുന്നതേ ഉള്ളൂ, കാരണം ബാക്കി ഇച്ചായം ചെയ്തോളും. എല്ലാം കൂടെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സമയം തികയത്തില്ല കേട്ടോ. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി ഇച്ചാൻ എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ പുട്ടിന് മാവ് കുഴച്ച് ഒരു സൈഡിലാക്കി നേരെ പിന്നെ ഇനി കടലക്കറിയും ഫിഷ് കറിയും കൂടെ വെച്ചാൽ മതി. ഫിഷ് കറിക്കും ഞാൻ ടിൻഡ് ഫിഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടിൻഡ് ഫിഷായിട്ട് മറ്റേ റീൽസിലൊക്കെ ഇടയ്ക്ക് വെച്ച് വൈറലായില്ലേ, ടൊമാറ്റോ സോസിൽ മുങ്ങി കിടക്കുന്ന കണക്കത്തെ ഫിഷ്. അപ്പം അതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് പണി പെട്ടെന്ന് തീരും. നോർമൽ ഫിഷ് കറി വെക്കുന്ന കണക്ക് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് മസാലയൊക്കെ ഇട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതങ്ങ് തട്ടിയിട്ട് കൊടുത്താൽ മാത്രം മതി, പെട്ടെന്ന് തന്നെ ആയിക്കോളും. അതുകൊണ്ട് ഈ കറി വെക്കാൻ വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വീക്ക്ലി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു വട്ടം നമ്മൾ ഈ ഒരു കറി ആക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. മടി പിടിക്കുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ വയ്യാതെ വരുന്ന ദിവസങ്ങളിലോ ആയിരിക്കും ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കറി പോകാറ്. ഇതിനിടയ്ക്ക് പുട്ട് കുഴച്ച് വെച്ചിരുന്നില്ലേ, കുഴച്ചില്ലായിരുന്നു, പുട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി വെള്ളം ഒഴിച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എടുക്കാറാണ് പതിവ്. പാത്രം ചെറുതായതുകൊണ്ട് കുഴയ്ക്കാനും പറ്റുന്നില്ല, എന്നാൽ കട്ടിയായി പോയ പോലെ തോന്നുകയും ചെയ്തു. അവിടെ ഒരു സൈഡിൽ ഇരിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ഒതുക്കിയതിന് ശേഷം അത് നോക്കാമെന്ന് വിചാരിച്ചു. അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു. ഇതിനിടയ്ക്കൂടെ കുക്കറിൽ വെള്ളം എടുക്കുന്നത് പുട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇച്ചായൻ വരുമ്പം ഇച്ചായന് അത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളി അരിഞ്ഞ് നമുക്ക് നേരെ ആ കടലക്കറിയും കൂടെ ഒന്ന് സെറ്റാക്കിയാൽ മോർണിംഗിലെ പരിപാടി തീരും. പിന്നെ ഫിഷ് കറിയും കൂടെ പെട്ടെന്ന് ആയിക്കോളും. അതിന് വേണ്ടിയിട്ടുള്ള 2 ഉള്ളി അരിഞ്ഞ് കുറച്ച് നമുക്ക് മീൻകറിക്ക് വേണ്ടിയിട്ടും കുറച്ച് നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ടും മാറ്റാം. ആദ്യം ഞാനിപ്പോൾ കടലക്കറി ചെയ്യുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിനകത്ത് കടലക്കറി സെറ്റാവുമോ, അത് വേറെ പാത്രം എടുക്കണോ, ഈ പാത്രത്തിൻ്റെ ഇത് മതിയാവുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ളി ഇട്ടിട്ടാണ് ആദ്യം വഴറ്റിയത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ ആ ടിൻഡ് കടല ഒന്ന് പൊട്ടിക്കാൻ ഇച്ചിരി പാടുപെട്ടു. ഇത് പൊട്ടിക്കാനുള്ള ആ ഒരു സംഭവമില്ലേ, അത് വാങ്ങണം ഇനി താമസിക്കാതെ തന്നെ. ഇങ്ങനെയാണ് ഇപ്പോൾ പൊട്ടിക്കുന്നത്. പൊട്ടിച്ചിട്ട് ഞാൻ ഇട്ട് നോക്കിയതാണ് ഫസ്റ്റ്, ഇത് സെറ്റാവുമോ ഇല്ലെങ്കിൽ നമുക്ക് പാത്രം മാറ്റേണ്ടി വരുമോ എന്നുള്ളത്. എനിവേ അതിൽ സെറ്റാവുന്ന പോലെ തോന്നിയത് കൊണ്ട് പിന്നെ പാത്രം മാറ്റാനൊന്നും നിന്നില്ല. ഇതിനിടയ്ക്ക് സമയം നോക്കാൻ മറന്നുപോയി, പെട്ടെന്ന് സമയം നോക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം പ്ലാനിങ്ങും തെറ്റി. സമയം അത്യാവശ്യം പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വേഗം തീർക്കണമെന്നുള്ളൊരു ചിന്തയിലായി. ഇങ്ങനത്തെ റീസൺ കൊണ്ടാണ് കൂടുതലായിട്ടും ഞാൻ മോർണിംഗിൽ വീഡിയോ എടുക്കാൻ പ്രിഫർ ചെയ്യാത്തത്. ഈവനിങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലൈറ്റിങ്ങും വലുതായിട്ട് കാണത്തില്ല. അതുകൊണ്ടാണ് പിന്നെയും പോട്ടെ എന്നാൽ നോക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ മോർണിംഗിൽ വീഡിയോ എടുക്കുന്നത്. കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ ഇങ്ങനെ റെഫർ ചെയ്ത് വന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു ഷിഫ്റ്റ് പാറ്റേണും അവൈലബിലിറ്റിയും എല്ലാം വെച്ച് നോക്കിയിട്ട് ഒരു ദിവസം ഫുൾ വീഡിയോയും
ഒരു ദിവസം ഷോർട്സും ഇടാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ലാസ്റ്റ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു വട്ടം മടി പിടിച്ച് യൂട്യൂബ് നിർത്തിയതിന് ഞാൻ വളരെ ഖേദിക്കുന്നത് കാരണം ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ജേണി എനിക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെതായ രീതിയിലുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യണമെന്നായിരുന്നു ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് എനിക്ക് ഫുൾ വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ഒരു ഷോർട്സ് എന്തായാലും ഇടണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ജേണിക്ക് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ റീസെൻ്റായിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോസിൽ അധികം പറയാത്ത ഒരു കാര്യം ഇപ്പം പറയണം എന്നെനിക്ക് തോന്നുന്നു. ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു സപ്പോർട്ട് ആൻഡ് കമൻറ്റ് ബിലോ. യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസ് അധികം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിന് മിസ്റ്റേക്സ് കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ യു ക്യാൻ കമൻറ്റ് ബിലോ. പറ്റുന്ന പോലെയൊക്കെ ഞാനത് പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ ഒരു കാര്യം അധികം വിഷമമായത്, യൂട്യൂബ് ഷോർട്സ് ഇടുന്ന സമയത്ത് അത്യാവശ്യം ആൾക്കാർ നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത്. അത് ചെറുതായിട്ട് നമുക്ക് വിഷമം ആക്കുന്നുണ്ടെങ്കിലും സാരമില്ല, പയ്യെ പയ്യെ ആയാലും നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് നമ്മൾ എത്തിച്ചേരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാം. ഇതിനിടയ്ക്ക് എൻ്റെ കുക്കിംഗ് പരിപാടികൾ കഴിഞ്ഞു. മൊത്തത്തിൽ കഴിഞ്ഞില്ല, ഏകദേശം ഒന്ന് സെറ്റാക്കി വന്നപ്പോഴത്തേക്ക് ഇച്ചായൻ വന്നു. ഞാൻ ബാക്കി ഹാൻഡ് ഓവർ കൊടുത്തു. നേരെ ഞാൻ ഒരുങ്ങാൻ പോയി. ഇപ്പം ഈ കാണുന്ന ഈ ഒരു മിറർ ഉണ്ടല്ലോ, ഇത് ഞാൻ ടെമുവിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു മിററുണ്ട്, അത് പൊട്ടിപ്പോയതിൻ്റെ സ്റ്റോറി ഇപ്പം പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ പറയാം കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കി ഇറങ്ങുന്നതിന് മുമ്പേ എല്ലാം ഓഫാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തി ഞാൻ നേരെ ജോലിക്ക് പോവാണ്. എൻ്റെ പുത്രൻ പോകുന്നുണ്ടോ. അപ്പോൾ thanks for watching this video. See you with another video. Bye. Take care.